ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന പ്രമുഖ വ്യക്തികളാണ്. നമ്മൾ ഈ വീഡിയോയൊക്കെ ഒരുപാട് തവണ ചെയ്തിട്ടുണ്ട്, എങ്കിലും കുറച്ച് ക്വസ്റ്റ്യൻസ് അപ്പോൾ നോക്കാം. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ആദ്യത്തെ വ്യക്തി ആരാണെന്ന് അറിയാമോ? ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ആദ്യത്തെ വ്യക്തി എന്ന് പറഞ്ഞാൽ ഗാന്ധിജിയാണ്. ആരാണ്? ഗാന്ധിജിയാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ആദ്യത്തെ വനിത ആരാണെന്നറിയാമോ? ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ആദ്യത്തെ വനിത മീരാഭായിയാണ്. ആരാണ്? മീരാഭായിയാണ്. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ആദ്യത്തെ മലയാളി ആരാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, ശ്രീനാരായണ ഗുരുദേവനാണ്. ശ്രീനാരായണ ഗുരുദേവനാണ്. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ആദ്യത്തെ മലയാളി വനിത ആരാണ്? സിസ്റ്റർ അൽഫോൻസ അല്ലെങ്കിൽ അൽഫോൻസാമ. സിസ്റ്റർ അൽഫോൻസ അല്ലെങ്കിൽ അൽഫോൻസാമ. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ആദ്യത്തെ മലയാള ദിനപത്രം ഏതാണെന്നറിയാമോ? മലയാള മനോരമയാണ്. മലയാള മനോരമയാണ്. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ആദ്യത്തെ സസ്യം ഏതാണ്? അല്ലെങ്കിൽ ആദ്യത്തെ ചെടി ഏതാണെന്നറിയാമോ? നീലക്കുറിഞ്ഞിയാണ്. ഏതാണ്? നീലക്കുറിഞ്ഞിയാണ്. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ആദ്യത്തെ കേരള മുഖ്യമന്ത്രി ആരാണ്? EMS ആണ്. ആരാണ്? EMS ആണ്. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, ജവഹർലാൽ നെഹ്റുവാണ്. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവാണ്. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ആദ്യത്തെ നടി ആരാണ്? നർഗീസ് ദത്താണ്. ആരാണ്? നർഗീസ് ദത്താണ്. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ആദ്യത്തെ മലയാള സിനിമ നടൻ ആരാണ്? പ്രേം നസീറാണ്. ആരാണ്? പ്രേം നസീറാണ്. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ആദ്യത്തെ മലയാള കവി ആരാണ്? കുമാരനാശാനാണ്. ആരാണ്? കുമാരനാശാനാണ്. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ആദ്യത്തെ നർത്തകി ആരാണ്? രുക്മിണി ദേവിയാണ്. ആരാണ്? രുക്മിണി ദേവിയാണ്. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ആദ്യത്തെ വിദേശി ആരാണ്? ഹെൻറി ഡ്യൂലന്റ്. ആരാണ്? ഹെൻറി ഡ്യൂലന്റ് ആണ്. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ആദ്യത്തെ വിദേശ വനിത ആരാണ്? ആനി ബസന്റ് ആണ്. ആരാണ്? ആനി ബസന്റ് ആണ്. അതുപോലെ തന്നെ ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ആദ്യത്തെ ചിത്രം ഏതാണ്? പുരാണക്കിലയാണ്. ഏതാണ്? പുരാണക്കിലയാണ്. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ആദ്യത്തെ ചിത്രകാരൻ ആരാണ്? ആരാണെന്നറിയുമോ? രാജാ രവിവർമ്മയാണ്. രാജാ രവിവർമ്മയാണ്. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ആദ്യത്തെ മലയാള സിനിമാ നടൻ ആരാണ്? പ്രേം നസീറാണ്. ആരാണ്? പ്രേം നസീറാണ്. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ആദ്യത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആരാണ്? എബ്രഹാം ലിങ്കൺ ആണ്. ആരാണ്? എബ്രഹാം ലിങ്കൺ ആണ്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന രണ്ടാമത്തെ കേരള മുഖ്യമന്ത്രി ആരാണ്? സി അച്യുതമേനോനാണ്. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന രണ്ടാമത്തെ കേരള മുഖ്യമന്ത്രി ആരാണ്? സി അച്യുതമേനോനാണ്. ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള ഇന്ത്യക്കാരൻ ആരാണ്? ഗാന്ധിജിയാണ്. ആരാണ്? ഗാന്ധിജിയാണ്. അമേരിക്കയുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ്? ഗാന്ധിജിയാണ്. ആരാണ്? ഗാന്ധിജിയാണ്. ശ്രീലങ്കയുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ ശ്രീനാരായണ ഗുരുദേവൻ. ശ്രീലങ്കയുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ആദ്യത്തെ മലയാളി ആരാണ്? ശ്രീനാരായണ ഗുരുദേവനാണ്. ആരാണ്? ശ്രീനാരായണ ഗുരുദേവനാണ്. അതുപോലെ ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ ഓർത്ത് വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതുപോലെ ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന വിദേശ വനിത ആരാണെന്ന് ചോദിച്ചാൽ ആനി ബസന്റ് ആണ്. ആരാണ്? ആനി ബസന്റ് ആണ്.